എന്നെ പിരിച്ചുവിട്ട കാലത്ത് ഞാൻ പിന്നെ സഭാധികാരികളാണ് ഞാൻ ഭയങ്കര ഇടതുപക്ഷ തീവ്രവാദിയാണെന്ന് പറഞ്ഞു വരുത്തത്. അതേസമയം പിന്നെ ഞാൻ പിന്നെ ക്രിസ്തീയ തീവ്രവാദിയാണെന്ന് മുസ്ലിം തീവ്രവാദികളാണ് പറഞ്ഞു വരുത്തത്. ഞാനിങ്ങനെ ഒന്നുമല്ല. ശരിക്കും ഞാനൊരു സാധാരണ മത തീവ്രതയുള്ള ഒരു ക്രിസ്ത്യാനി പോലുമല്ല. എനിക്ക് ക്രിസ്തു മതം എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രിസ്തുവിനെയും ഒക്കെ ഞാൻ കാണുന്ന കൃഷ്ണനെ പോലെ തന്നെയാണ്. രണ്ടുപേരിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ വചനങ്ങളായിട്ട് എഴുതപ്പെട്ട കൃതികളിൽ നിന്ന്. ഇപ്പോൾ ഇവരെ ജീവിച്ചിരുന്ന എന്നുള്ളതിലൊന്നും ഞാനങ്ങനെ പിന്നെ വേവലാതി കൊള്ളുന്നില്ല. അപ്പോൾ അവരുടേതായിട്ട് വരുന്ന ചില കൃതികളുണ്ട്, ആശയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലും ഒക്കെ സാഹിത്യമാക്കി പലപ്പോഴും അതൊക്കെയാണ് എന്നെ പലപ്പോഴും ഇങ്ങനെ ഈ ഇത് അതിജീവനത്തിന് എനിക്ക് സഹായമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹിത്യമായിരുന്നു എൻ്റെ മതം. എനിക്ക് ഏറ്റവും ഇഷ്ടം സാഹിത്യം പഠിപ്പിക്കുക, അത് കുട്ടികളെ പറഞ്ഞ് രസിപ്പിക്കുക. അങ്ങനെ സാഹിത്യകാരനാകാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ മലയാളവും ഒക്കെ എടുത്തത്. പക്ഷേ പിന്നീട് ഇങ്ങനെ സാഹിത്യം പഠിപ്പിക്കുന്നതിൽ അഭിരമിച്ച് ഞാനങ്ങനെ എഴുത്തൊക്കെ വേണ്ട അതൊന്നും പോയില്ല. പറച്ചിലില്ല, ക്ലാസ്സുകളിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് രസിച്ച് അങ്ങനെ എൻ്റെ ക്ലാസ്സുകൾ മുഴുവനും ഞാൻ രസിച്ചെടുത്തിട്ടുള്ളതാണ്, ആസ്വദിച്ചെടുത്തിട്ടുള്ളതാണ്. എനിക്ക് ആ ജോലി ഒരിക്കലും ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ രസിച്ച് പഠിപ്പിച്ച് വരവെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ ഏകപിസ്റ്റേക്കാർ ആദ്യം എന്നെ തള്ളി പറഞ്ഞാലും പിന്നീട് അവർ എന്നെ കാണാൻ വരികയും അവർക്ക് ആദ്യം അന്വേഷിക്കാൻ വന്ന പ്രതിനിധിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ എന്നോട് പറയുകയും ഞാൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഒരു തുക സംഭാവനയായിട്ട് പിരിച്ചെടുത്ത് എനിക്ക് ഗുണം തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ എനിക്ക് പിന്നെ ഇടതുപക്ഷ സംഘടനകളൊക്കെ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ളൊരു സ്വീകരണമൊക്കെ തന്നു. അതൊക്കെ തന്നിട്ട് പിന്നെ അവർ പോയി. പിന്നെ നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ ഇടതുപക്ഷത്തോട് നമുക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. നമ്മൾ ഇടതുപക്ഷം ഭരിക്കണം, അതാണ് പുരോഗമന പാർട്ടി എന്നൊക്കെ ആയിരുന്നു അടുത്ത കാലം വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചിന്താഗതിക്കൊക്കെ മാറ്റം വരുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരുടെ അടിമകളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. പി ടി തോമസ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് പി ടി തോമസ് എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ട കേസിൻ്റെ പിന്നെ ഒരു അഡ്വക്കേറ്റ് വിജയകുമാർ എന്ന് പറഞ്ഞ എറണാകുളത്തെ ഒരു ആളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ആണ് മോഹൻ ഭഗവത്തിനെ കാണാൻ പോയത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെടുന്ന ഭാരതത്തിലെ ഒരു നേതാവുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പോകാൻ ഞാൻ ഒരു ആരുടെയും ബന്ധിതനല്ല, ഒരു പാർട്ടിയിലും ഇങ്ങനെ ബന്ധനസ്ഥനല്ല. അതുകൊണ്ട് വീട്ടിൽ വരുന്നവരെയൊക്കെ ഞാൻ ആദരിക്കും, ആര് വന്നാലും. ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്നെ വന്ന് വീട്ടിൽ കാണുകയും എനിക്ക് ഏതോ മൊമെൻ്റൊക്കെ തന്നിട്ടുണ്ട്. അവരുടെ പരിപാടിക്ക് പണ്ട് ഞാനിങ്ങനെ 2014 മുമ്പ് ഞാനിങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടനായിട്ടിരിക്കുമ്പം അവരുടെ പരിപാടിയിൽ തെക്കൻ കേരളത്തിൽ വിളിച്ചു. ഞാൻ ചെല്ലാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ അവർ പിന്നെ അതൊന്നും പിന്മാറിയവർ. അപ്പോൾ അങ്ങനെ എന്നെ ചിലപ്പം ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ചാലും ഞാൻ പോയനായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമായിരിക്കും അവിടെ പറയുന്നത്. അതുകൊണ്ട് എന്നെ അങ്ങനെ ഒരു ചാപ്പ കുത്തിയിട്ട് അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലവിൽ എനിക്ക് അനുസരിക്കേണ്ടെന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നിടത്തൊക്കെ എനിക്ക് പോകാം. എല്ലാ മനുഷ്യരും ഏത് പാർട്ടിയിലാണേലും എനിക്ക് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. അവരവരുടേതായിട്ടുള്ള ചില ഐഡിയോളജി വെച്ച് പുലർത്തുന്നു. അത് നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് അങ്ങനെ നമ്മൾ കാണുന്നത് തന്നെ ഉള്ളൂ.